ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ നടന്ന സമയമുണ്ട്. മഴ പെയ്ത ഒരു തുള്ളി വെള്ളം പുറത്ത് പോവുകയില്ല, എല്ലാം അകത്തായിരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോൾ ഞാൻ ഇങ്ങനെ പോകുമ്പോൾ എന്നോട് പറഞ്ഞു, മോളെ എനിക്ക് കിടക്കാൻ ഒരു വീടില്ല, ഞാൻ എൻ്റെ അനിയത്തിയുടെ വീട്ടിലാണ് കിടക്കുന്നത്, അവിടെ സൗകര്യങ്ങളൊന്നുമില്ല, മരുമോനാണെങ്കിൽ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ എന്നെ ചവിട്ടി വേണം അവന് പുറത്തിറങ്ങാൻ. അങ്ങ് കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്, എനിക്കൊരു മാർഗ്ഗമില്ല മോളെ, ഞാൻ എന്ത് ചെയ്യാനാ. അപ്പോൾ ആദ്യം ഞങ്ങളുടെ റേഞ്ച് ഓഫീസറോട് ആദ്യമേ പറഞ്ഞിരുന്നു. അപ്പം ഞാനത് അടുത്ത ദിവസം ഇതുപോലെ സാറിനോട് എന്ന് പറഞ്ഞു, സാറേ ഇതുപോലെ ഓമനയമ്മ ഇങ്ങനെ പറയുന്നല്ലോ സാറേ, നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം കാണണ്ടേ. ഒരു താഴ്വരയിൽ ജനിച്ചു നമ്മൾ, ഒരു പൂന്തണലിൽ വളർന്നു. ഒരു താഴ്വരയിൽ ജനിച്ചു നമ്മൾ, ഒരു പൂന്തണലിൽ ജനിച്ചു. പൂനിലവലകിയ പുലിയിലെ കശവുള്ള പുടവയുടുത്തു നടന്നു നമ്മൾ, പൂക്കളറുത്തു നടന്നു. വളരെ വളരെ സന്തോഷം. ദൈവത്തോട് നന്ദി പറയുന്നു. ഒന്നും കരുതിയതല്ല, കൈവിട്ട് പോയതാ. പിന്നെ കയറി കിടക്കാൻ കിടപ്പാടം ഇല്ലാത്തതുകൊണ്ട് പേര് എൻ്റെ ദുഃഖവും പ്രയാസവും കണ്ണീര് കണ്ട് നിസാം സാറും എൻ്റെ അഭിലാഷ് മോനും എല്ലാം കൂടെ എനിക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് എല്ലാവരും നമ്മുടെ ഫോറസ്റ്റിലുള്ള ആൾക്കാരെല്ലാം കൂടെ ചേർന്ന് എനിക്കിത് ഇത്രയും സാധിച്ചു തന്നു. കയറി കിടക്കാൻ ഒരു കിടപ്പാട് എങ്ങും കയറി പോട്ടാ, സാധനം കൊണ്ട് പറക്കി അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും, എല്ലാം വാരി പറക്കി അങ്ങ് 10 ദിവസം ഇവിടെ ആണെങ്കിൽ 10 ദിവസം വേറെ സ്ഥലത്ത് അങ്ങനെ കിടന്ന്. സ്കൂള് മരിച്ചുപോയി, 45 വയസ്സുണ്ടായിരുന്നു, മരിച്ചുപോയി. ചെറുപ്പം തൊട്ടേ വിറവിനും ചൂട്ടിനൊക്കെ പോകുമ്പോൾ എല്ലാവരുമായിട്ട് സാറുമാരുമൊക്കെ ആയിട്ട് പരിചയവും സ്നേഹവും സൗഹാർദ്ദമൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരുമായിട്ട് അങ്ങനെ കാര്യം പറയുകയും എടുക്കുകയും ഒക്കെ ചെയ്യും. ഈ വനം വിജിലൻസിൽ ചാർജ് എടുക്കുന്ന സമയത്താണ് ഈ ഓമനമ്മയെ പരിചയപ്പെടുന്ന സമയത്ത് ഇവിടെ ഓഫീസുകളിലൊക്കെ ചെറിയ ജോലികളൊക്കെ ചെയ്ത് വരുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ അവസ്ഥ അറിഞ്ഞപ്പോൾ നമുക്ക് കിടപ്പാടവും വീടും കിടപ്പാടവും വസ്തുവൊന്നും ഇല്ല. അവർ വളരെ ദുരിതപൂർണ്ണ ഒരു അവസ്ഥയിലാണ് കടന്നു പോകുന്നത്. അന്നേരം മകള് മരിച്ചു, മകൾക്ക് വേണ്ടിയിട്ട് ഇവർ കിടപ്പാടം വീടും വിൽക്കുന്ന ഒരവസ്ഥയുണ്ടായി. അങ്ങനെ ഞാനും എൻ്റെ വനം വിജിലൻസിലെ സഹപ്രവർത്തകരും ഒക്കെ ആയിട്ട് ആലോചിച്ച് നമ്മൾ സഹായിക്കാമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി, കാരണം കേരളത്തിലെ എല്ലാ നല്ലവരായ മനസാക്ഷിയുള്ള നമ്മുടെ വനംവകുപ്പിനെ എടുത്തു പറയേണ്ടതാണ്. പിന്നെ അവിടെ എല്ലാ ജീവനക്കാരും അകമഴിഞ്ഞ് സഹായിക്കുകയും മനസാക്ഷിയുള്ള നമ്മുടെ ഒരു കൂട്ടം ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുള്ള അവർ മുന്നോട്ട് വരികയും ഈ വീടിന് വേണ്ടി ഉള്ള സാമ്പത്തികത്തിനുപരി നമുക്ക് വീട് വെക്കുന്നതിനുള്ള സാധന സാമഗ്രികൾ വരെ അവർ നൽകാമെന്നേക്കുകയും ആദ്യഘട്ടമായിട്ട് നമ്മൾ വസ്തു വാങ്ങിച്ചു കൊടുക്കാമെന്നാണ് ഉദ്ദേശിച്ചത്. വസ്തു വാങ്ങിയപ്പോൾ വീടിനകത്ത് തകർന്ന നിലയിലാണ്. അങ്ങനെ വീട് പുതുതായി നമ്മൾ തന്നെ നിർമ്മിച്ച് കട്ടളയും ജനലും എല്ലാം ഇലക്ട്രിക് പ്ലംബിങ് ടൈല് എല്ലാം പുതിയ മേൽക്കൂര എല്ലാം മാറ്റി പുതിയ വീടായിട്ട് തന്നെ അമ്മച്ചിക്ക് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു. അതിൽ നമുക്ക് ഈ 76 വയസ്സുള്ള ഒരു അമ്മച്ചിക്ക് ഇനി ഒരു വസ്തു മേടിക്കുകയും വീട് വെക്കുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ കഴിയുന്നതിന് അപ്പുറമാണ്. അന്നേരം അവർക്ക് നമുക്ക് സന്തോഷകരമായി അവർക്ക് താമസിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയോട് കൂടി ഇന്ന് രാവിലെ 8:30 ഇടയ്ക്ക് നമ്മുടെ ഗാന്ധി ഭവനിലെ സെക്രട്ടറി ബഹുമാനപ്പെട്ട കൊല്ലൂർ സമരായ സാറ്, അഞ്ചൽ റേഞ്ച് ഓഫീസർ ദിവ്യ മാഡം എന്നിവരുടെ സാന്നിധ്യത്തിൽ, പഞ്ചായത്ത് മെമ്പർ വാർഡ് മെമ്പർ രജിത മാഡം ഇവരുടെ സാന്നിധ്യത്തിൽ നമുക്ക് ശുഭമുഹൂർത്തത്തിൽ നമുക്ക് താക്കോല് കൈമാറ്റ ചടങ്ങും പിന്നെ വസ്തുവിന്റെ പ്രമാണം വീടിന്റെയും അനുബന്ധ രേഖകൾ കൈമാറാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. മരിച്ചാലും മറക്കാൻ വയ്യാത്തൊരു കാര്യമാണ് എനിക്ക് ചെയ്തു തന്നിരിക്കുന്നത്. സത്യം. അല്ലാതെ എനിക്ക് കയറി കിടക്കാൻ കിടപ്പാടമില്ലായിരുന്നു. ഇതിൽ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യ സ്നേഹികൾ, നമ്മളെ അമ്മയെ അറിഞ്ഞൂടാതെ ഞങ്ങളെ അറിഞ്ഞൂടാത്ത ഒരുപാട് പേര് ഇങ്ങോട്ട്, നമ്മുടെ അടൂരുള്ള ലണ്ടനിലുള്ള ഒരു സ്ത്രീ തന്നെ, വത്സ എന്ന് പറയുന്ന ഒരു സ്ത്രീ തന്നെ, നമുക്കറിയില്ല, ഇവർ കാര്യം പറഞ്ഞ് ഇങ്ങോട്ട് വന്ന് ഈ അമ്മയെ സഹായിക്കാമെന്ന് പറയുക. അതുപോലെ എൻ്റെ നാട്ടിലുള്ള ഫുട്ബോൾ ഗ്രാമം എന്ന് പറഞ്ഞ സംഘടന ഈ ഒരു കാര്യം അറിഞ്ഞ് അവർ സ്വമേധയാ എല്ലാവരും കൂടെ കളക്ട് ചെയ്തൊരു അങ്ങനെ ഒരുപാട് പേര് കളക്ട് ചെയ്താണ് നമുക്ക് ഈ ഒരു സംരംഭം. ഒരുപാട് പേര് നമ്മൾ അറിഞ്ഞൂടാത്തതും അറിയുന്നവരുമായിട്ടുള്ള വനംവകുപ്പിലെ ആൾക്കാർ, അല്ലാതുള്ള അറിയാവുന്നതും അറിഞ്ഞൂടാത്ത ഒരു കൂട്ടം ആൾക്കാർ സഹായിച്ചാണ് ഈ ഒരു ഉദ്യമം നമുക്ക് ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞത്. മരിച്ചാലും തീരാൻ വയ്യാത്ത എന്നോട് മാത്രമല്ല, നമ്മുടെ ഓഫീസിലെ വനം വിജിലൻസിലെ എല്ലാവരും ഉണ്ട്. പിന്നെ മറ്റ് റേഞ്ചിലെ ആൾക്കാരുണ്ട്. എന്റെ അഭിലാഷ് മോനുണ്ട് കൂടെ.
എല്ലാവരും ഇതുപോലെ എല്ലാ മക്കളുമാരും കേട്ടോ. അഭിലാഷ് മോനെന്ന് പറയുന്ന ഒരാളല്ല, എല്ലാ മക്കളുമാരും കേട്ടോ. എല്ലാവരും മക്കളുമാരാണ്. അവര് സഹായിച്ചാണ്. എല്ലാവരും സഹായിച്ചാണ്. ഇന്ന് പാല് കാച്ചി നാളെ എൻ്റെ മനസ്സോടെ സന്തോഷത്തോടു കൂടി ഒരു ചെറിയ ഭക്ഷണം കൊടുക്കണമെന്ന് മനസ്സിൽ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇതിൽ പങ്കെടുത്ത് സന്തോഷമായിട്ട് എന്നെ അനുഗ്രഹിക്കണം. തീർച്ചയായിട്ടും ഇതിനകത്ത് നാളെ പങ്കെടുത്ത് എല്ലാവരും, ഞാൻ ഉൾപ്പെടെ എല്ലാവരും പങ്കെടുക്കും. നല്ല ഇതിൽ സഹകരിച്ച എല്ലാവരും അമ്മച്ചിയുടെ കാണാനായിട്ട് കൊടുക്കുന്നതാണ്. അത് കേട്ടാൽ മതി, ഞാൻ സന്തോഷമായി.